ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 1 സാമുവേൽ 31 അധ്യായം. സാവൂളിന്റെയും പുത്രന്മാരുടെയും മരണം. ഫിലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഇസ്രായേലിയർ ഫിലിസ്ത്യരോട് തോറ്റോടി ഗിൽബോവ കുന്നിൽ മരിച്ചു വീണു. ഫിലിസ്ത്യർ സാവൂളിനെയും പുത്രന്മാരെയും അനുധാവനം ചെയ്ത് അവന്റെ പുത്രന്മാരായ ജോനാഥനെയും അഭിനാദാബിനെയും മൽക്കീഷുവായെയും വധിച്ചു. സാവൂളിന് ചുറ്റും ഉഗ്രമായ പോരാട്ടം നടന്നു. വില്ലാളികൾ അവന്റെ രക്ഷാനിര ഭേദിച്ച് അവനെ മാരകമായി മുറിവേൽപ്പിച്ചു. സാവൂൾ തന്റെ ആയുധവാഹകനോട് പറഞ്ഞു, ഈ അപരിച്ഛേദിതർ എന്നെ അപമാനിക്കുകയും കുത്തിക്കൊല്ലുകയും ചെയ്യാതിരിക്കേണ്ടതിന് വാളൂരി എന്നെ കൊല്ലുക. പക്ഷെ അവൻ അത് ചെയ്തില്ല. അവൻ അത്യധികം ഭയപ്പെട്ടിരുന്നു. അതിനാൽ സാവൂൾ സ്വന്തം വാളിന്മേൽ വീണ് മരിച്ചു. സാവൂൾ മരിച്ചെന്ന് കണ്ടപ്പോൾ ആയുധവാഹകനും തന്റെ വാളിന്മേൽ വീണ് അവനോടൊത്ത് മരിച്ചു. അങ്ങനെ സാവൂളും 3 പുത്രന്മാരും ആയുധവാഹകനും മറ്റാളുകളും അന്ന് ഒന്നിച്ചു മരിച്ചു. താഴ്വരയുടെ അപ്പുറത്തും ജോർദാന്റെ അക്കരെയും ഉണ്ടായിരുന്ന ഇസ്രായേല്യർ തങ്ങളുടെ ആളുകൾ ഓടിപ്പോയെന്നും സാവൂളും പുത്രന്മാരും മരിച്ചെന്നും കണ്ടപ്പോൾ നഗരങ്ങൾ വിട്ട് ഓടിപ്പോയി. ഫിലിസ്ത്യർ വന്ന് അവിടെ താമസം തുടങ്ങുകയും ചെയ്തു. കൊല്ലപ്പെട്ടവരുടെ വസ്ത്രം ഉരിയാൻ ഫിലിസ്ത്യർ പിറ്റേ ദിവസം വന്നപ്പോൾ സാവൂളും പുത്രന്മാരും ഗിൽബോവ കുന്നിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു. അവർ അവന്റെ തല വെട്ടി ആയുധങ്ങൾ അഴിച്ചെടുത്തു. ഫിലിസ്ത്യ രാജ്യത്തൊട്ടാകെ തങ്ങളുടെ വിഗ്രഹങ്ങളോടും ജനങ്ങളോടും ഈ സദ്വാർത്ത അറിയിക്കാൻ ദൂതന്മാരെ അയച്ചു. സാവൂളിന്റെ ആയുധം അവർ അസ്താർത്തെ ദേവതകളുടെ ക്ഷേത്രത്തിൽ വെച്ചു. അവന്റെ ശരീരം ബത്ഷാന്റെ ഭിത്തിയിൽ കെട്ടിത്തൂക്കി. ഫിലിസ്ത്യർ സാവൂളിനോട് ചെയ്തത് യാബേഷ് ഗിലെയാദ് നിവാസികൾ കേട്ടപ്പോൾ യുദ്ധവീരന്മാർ രാത്രി മുഴുവൻ സഞ്ചരിച്ച് ബത്ഷാന്റെ ഭിത്തിയിൽ നിന്ന് സാവൂളിന്റെയും പുത്രന്മാരുടെയും ശരീരമെടുത്ത് യാബേഷിൽ കൊണ്ടുവന്ന് ദഹിപ്പിച്ചു. അവരുടെ അസ്ഥികൾ യാബേഷിലെ പിജുല വൃക്ഷത്തിന്റെ ചുവട്ടിൽ സംസ്കരിച്ചു. അവർ 7 ദിവസം ഉപവസിച്ചു.